സിമ്പിൾ മെത്തേഡിൽ നമുക്കൊരു ബീട്രൂട്ട് റൈസ് ഉണ്ടാക്കിയാലോ. ബീട്രൂട്ട് റൈസിന് വേണ്ടി ബസ്മതി റൈസ് എടുത്തേക്കുന്നത് നല്ല രീതിയിൽ വാഷ് ചെയ്യുവാണ്. അത് അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം ബോയിൽ ചെയ്ത് മാറ്റാം. പാനിൽ വെള്ളം നിൽക്കുന്ന സമയം ഇതിലേക്ക് ചെറിയ പീസായി കട്ട് ചെയ്ത് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ബ്ലാൻഡ് ചെയ്ത് എടുക്കാം. ബ്ലാൻഡ് ചെയ്ത് ബീട്രൂട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. വരുന്ന സമയം ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില പ്യൂരി അടിച്ച് ചെയ്യുന്ന ബീട്രൂട്ട് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കും. ആവശ്യത്തിനുള്ള ഉപ്പും അതിനൊപ്പം ബോയിൽ ചെയ്ത റൈസും കൂടെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഒരു പിടി മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ നല്ല രീതിയിൽ ഹീറ്റാക്കി നമ്മുടെ റൈസിനെ കുക്ക് ചെയ്തെടുക്കും. അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ബീട്രൂട്ട് റൈസ് റെഡി. അടിപൊളി ഒരു ക്യാരറ്റ് റൈസാണ് തയ്യാറാക്കുന്നത്. വെള്ളം തിളക്കുന്ന സമയത്തിലേക്ക് ചെറിയ കട്ട് ചെയ്ത ക്യാരറ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് ബ്ലാൻഡ് ചെയ്ത് എടുക്കുക. ബ്ലാൻഡ് ചെയ്ത ക്യാരറ്റിനെ നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല ഫൈനായിട്ട് ഇതിനെ അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ നല്ല ഫൈൻ ആയിട്ടുള്ള ക്യാരറ്റ് പ്യൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഹീറ്റ് ആയ ശേഷം ഇതിലേക്ക് വെജ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചോപ്പ് ഒനിയൻ ഇട്ട് 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. സോട്ടായ ഒനിയനിലേക്ക് അടിച്ചു വെച്ചാൽ ക്യാരറ്റ് പ്യൂര ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ബോയിൽ ചെയ്ത റൈസും കൂടി ഇട്ട് നല്ല ഹീറ്റിൽ നല്ല രീതിയിൽ കുക്ക് ചെയ്യുക. അവസാനമായി ഒരു പിടി മല്ലിയില കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മുടെ ക്യാരറ്റ് റൈസ് റെഡി.